നവകേരള സദസ്സിൽ പരാതി നൽകിയ ഇരിട്ടി സ്വദേശിക്ക് ലഭിച്ചത് പരിഹാസ്യമായ ഒരു പരിഹാരമാണ്. ഇരിട്ടി സഹകരണ ശാഖയിൽ അടയ്ക്കാനുള്ള 3,97,731 രൂപയിൽ ഇളവ് നൽകിയത് 515 രൂപ മാത്രമാണ്. ബാക്കി 3,97,216 രൂപ അടയ്ക്കണം. വിവരങ്ങളുമായി അർജുൻ PS ചേരുന്നുണ്ട്. ചന്തു ചന്ദ്രശേഖറുമുണ്ട്. ആദ്യം ചന്തു ചന്ദ്രശേഖറിലേക്കാണ്. ചന്തു, എന്തായാലും നവകേരള സദസ്സിൽ പരാതികളുടെ പ്രളയമായിരുന്നു. പക്ഷേ 90% പരാതികളും പരിഹരിക്കപ്പെടാതെ കെട്ടിക്കിടക്കുകയായിരുന്നു ഓഫീസുകളിലെല്ലാം. എന്തായാലും ഇപ്പോൾ ഒരു പരിഹാരം എന്നോണം ഒരു പരാതിക്ക് സഹകരണ ബാങ്കിൽ അടയ്ക്കാനുള്ള 4 ലക്ഷത്തോളം രൂപയിൽ 515 രൂപ മാത്രം കുറവ് നൽകിക്കൊണ്ട് പരിഹാരം ലഭിച്ചല്ലോ. എങ്ങനെ നോക്കിക്കാണണം? ലക്ഷ്മി, നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ സർക്കാരിന് ലഭിച്ചിട്ടുണ്ട്. പ്രധാനമായും സർക്കാരിൻ്റെ പദ്ധതികളൊന്നും ലഭിക്കുന്നില്ല. അതായത് ക്ഷേമ പദ്ധതികളിലടക്കം സർക്കാർ നൽകുന്ന കാര്യങ്ങൾ കൃത്യമായി തങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നതായിരുന്നു കൂടുതലും പരാതികൾ വന്നിട്ടുള്ളത്. അതിൽ 6,25,000-ഓളം പരാതികൾ സർക്കാരിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ എത്രമാത്രം പരാതികൾക്ക് തീർപ്പ് കൽപ്പിക്കാൻ ഈ നവകേരള സദസ്സിനായി എന്ന കാര്യം ഇപ്പോഴും ചോദ്യമാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു കണക്കും ഇതുവരെ സർക്കാർ പുറത്തുവിട്ടിട്ടില്ല. അപ്പോൾ അതിനിടയ്ക്കാണ് ഇത്തരത്തിലൊരു കണക്ക് കൂടി വരുന്ന 515 രൂപ കേവലം കുറയ്ക്കുന്ന ലോൺ എടുത്തതുമായി ബന്ധപ്പെട്ട് വന്ന കണക്കിൽ 515 രൂപ മാത്രമാണ് കുറവ് വന്നതെന്ന കാര്യം പുറത്തു വരുന്നത്. എന്തായാലും ഈ നവകേരള സദസ്സ് കൊണ്ട് എന്ത് നേട്ടം ഉണ്ടായി എന്ന ചോദ്യം വരും ദിവസങ്ങളിൽ കൂടുതലായി ഉന്നയിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ഈ ചോദ്യവും അതിൽ ഒന്നാമതായി തന്നെ നിൽക്കുമെന്ന കാര്യം പ്രസക്തമാണ്. കാരണം നവകേരള സദസ്സിൽ പ്രധാനമായും ഇത്തരത്തിൽ ജനങ്ങൾക്ക് പരാതികൾ അറിയിക്കുന്നതിന് വേണ്ടി അവർക്കുണ്ടാകുന്ന വൈഷമ്യതകൾ ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് ഡെസ്കുകൾ അവിടെ ഉണ്ടായിരുന്നു. ഇതിൽ ഉദ്യോഗസ്ഥരാണ് കൂടുതലും പരാതികൾ സ്വീകരിച്ചിരുന്നത്. മുഖ്യമന്ത്രിക്കോ മന്ത്രിക്കോ ഒന്നും നേരിട്ട് പരാതികൾ നൽകാനുള്ള അവസരമൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അത് ആദ്യഘട്ടം മുതൽ ഒരു വിമർശന വിധേയമാവുകയും ചോദ്യം ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. പിന്നെ എന്തിനാണ് ഇത്തരത്തിൽ മന്ത്രിസഭ ഒന്നാകെ ജനങ്ങളിലേക്ക് ഇറങ്ങുന്നു എന്ന കാര്യം പറയുന്നത്? ജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായും ജനങ്ങളുടെ പരാതി മുഖ്യമന്ത്രിയും മന്ത്രിമാരും നേരിട്ട് കേൾക്കാൻ തയ്യാറുണ്ടോ എന്നതാണ് ചോദ്യം പ്രധാനമായും ഉണ്ടായിരുന്നത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് സർക്കാർ നൽകുന്ന വിശദീകരണം ഇത് പ്രധാനമായും പരാതി പരിഹരിക്കലല്ല, സർക്കാരിന്റെ വികസന പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കൽ എന്നതാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇത്രയധികം പരാതികൾ ലഭിച്ചിട്ടുണ്ട്. ഈ പരാതികൾ കൂടുതലും ഉദ്യോഗസ്ഥരാണ് സ്വീകരിച്ചു വന്നിരുന്നത്. ഇതിലൊന്നും തീർപ്പ് എത്രമാത്രം പരാതികൾക്ക് തീർപ്പ് കൽപ്പിക്കാൻ കഴിഞ്ഞു എന്ന കാര്യം ഇതുവരെ സർക്കാർ പുറത്തുവിട്ടിട്ടില്ല. പ്രധാനമായും ഈ പരാതികൾ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന പരാതികൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥരെ ഒരു സംഘത്തെ രൂപീകരിക്കാനുള്ള ഒരു സാധ്യതയൊക്കെ വരും ദിവസങ്ങളിൽ കാണുന്നുണ്ട്. നാളെ മന്ത്രിസഭാ യോഗം അതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങളൊക്കെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഈ പരാതികൾ സ്വീകരിക്കാൻ സ്വാഭാവികമായും ഒരു മണ്ഡലത്തെ സംബന്ധിച്ചാണെങ്കിൽ അവിടെ MLA ഉണ്ട്, ജനങ്ങളുടെ പരാതികൾ സ്വീകരിക്കാൻ കഴിയും. വാർഡുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അത്തരത്തിൽ ജനപ്രതിനിധികളുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്. വില്ലേജ് ഓഫീസിൽ പോയാൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മാത്രമാണ് ഇവിടെ കേവലം ഉണ്ട് എന്നത് വ്യക്തമാണ്. ഈ ഒരു വിഷയം പുറത്തു വന്നതോടുകൂടി ആ കാര്യങ്ങളിലേക്കാണ് ഈ സംഭവങ്ങൾ വിരൽ ചൂണ്ടുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ നവകേരള സദസ്സ് എന്തിനാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇത്രയും കൊട്ടിഘോഷിച്ചുകൊണ്ട് നടത്തിയത്? ഈ പരാതികൾ സ്വീകരിക്കുന്നതിനോ പരാതികളിൽ തീർപ്പാക്കുന്നതിനോ വേണ്ടി മാത്രമാണോ എന്ന കാര്യം പ്രസക്തമാവുകയാണ്. അതിൽ ഇത്ര പരാതികൾ ലഭിച്ചപ്പോൾ എത്ര എണ്ണത്തിന് തീർപ്പ് കൽപ്പിക്കാൻ സർക്കാരിന് കഴിഞ്ഞു എന്നത് ചോദ്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട കണക്കുകളും സർക്കാർ പുറത്തുവിട്ടിട്ടില്ല. അപ്പോൾ വരും ദിവസങ്ങളിൽ സ്വാഭാവികമായും അടുത്ത മാസം നിയമസഭാ സമ്മേളനമൊക്കെ ചേരുന്നുണ്ട്. ആ നിയമസഭാ സമ്മേളനത്തിലൊക്കെ പ്രതിപക്ഷം പ്രധാനമായും ഉന്നയിക്കുന്ന ചോദ്യവും ഇത് തന്നെയായിരിക്കും. എത്ര പരാതികൾ ലഭിച്ചു? ആ പരാതികൾ സംബന്ധിച്ചുള്ള കണക്ക് സർക്കാരിന്റെ കയ്യിൽ ഉണ്ടെങ്കിലും ഇതിൽ എത്ര എണ്ണത്തിന് തീർപ്പാക്കി എന്ന കണക്കൊക്കെ വരും ദിവസങ്ങളിലൊക്കെ വ്യക്തമാക്കേണ്ടി വരും. ഈ പരാതികൾ തീർപ്പാക്കാൻ ഈ 4 ലക്ഷം രൂപയ്ക്ക് അടുപ്പിച്ച് വന്ന ഈ കുടിശ്ശികയിൽ അതിലൊരു പരിഹാരം നേടി പരാതി നൽകിയപ്പോൾ ഈ 515 രൂപ മാത്രം ഇളവായി ലഭിച്ചത് തന്നെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ട്രോളായിരിക്കുകയാണ്. കാരണം ഈ ഒരു വ്യക്തിക്ക്, ഈ പരാതി കൊടുത്ത വ്യക്തിക്ക് അവിടെ ചെന്ന് നവകേരള സദസ്സിൽ ഈ പരാതി നൽകാൻ മാത്രം ഇതിലും അധികം തുക ചെലവായി കാണുമല്ലോ എന്നൊക്കെയുള്ള രീതിയിലാണ്. അപ്പോഴാണ് ചന്തു പറയുന്നത് പോലെയാണ് നിയമസഭയിൽ തീർച്ചയായും ഈ വിഷയം പ്രതിപക്ഷം ഉയർത്തിക്കാട്ടും. എത്ര എണ്ണത്തിന് പരിഹാരം കണ്ടിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ സൂചിപ്പിച്ചതുപോലെയാണ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒരു ബസ്സിൽ ഇങ്ങനെ ചുറ്റിക്കറക്കുന്നത്, ഇത്രയും മണ്ഡലങ്ങൾ ചുറ്റിക്കറങ്ങുന്നത് ചരിത്രത്തിൽ അത് ആദ്യമായിട്ടാണ്. പക്ഷെ ലക്ഷക്കണക്കിന് പരാതികൾ ലഭിച്ചിട്ടുണ്ട്. അതിലേറിയ പങ്കും അത് ശ്രദ്ധിക്കേണ്ടത് ഈ സർക്കാർ തലത്തിൽ പരിഹരിക്കേണ്ട പരാതികളാണ് എന്നുള്ളതാണ്. പഞ്ചായത്തുകൾ ലഭിച്ചിട്ടുള്ളതല്ല. അപ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതിൽ എങ്ങനെ തീർപ്പ് കൽപ്പിക്കുക എന്നാകാതെ കുഴങ്ങുന്നത്. കാരണം ലൈഫ് മിഷനിൽ വീട് കിട്ടിയിട്ടില്ല എന്ന് വരെ പറഞ്ഞുകൊണ്ട് പോകുന്ന പരാതികൾ, അത് തീർച്ചയായിട്ടും അങ്ങനൊരു പ്രശ്നം, ഒരു പ്രതിസന്ധി കുറെ കാലമായി അന്തരീക്ഷത്തിലുണ്ട്. ലൈഫിൽ വീട് കിട്ടാത്തതുമായി ബന്ധപ്പെട്ട ആത്മഹത്യകൾ വരെ നടന്നിട്ടുണ്ട്. അതുമായൊക്കെ ബന്ധപ്പെട്ട് ലഭിക്കുന്ന പരാതികൾ സർക്കാർ തലത്തിൽ തീർപ്പ് കൽപ്പിക്കേണ്ടതാണ്. പക്ഷേ അത് പരിഹരിക്കപ്പെടുമോ എന്നൊക്കെയുള്ള സംശയം ഇങ്ങനെ നിൽക്കുന്നുണ്ട്.
ലക്ഷ്മി, ഇത് പരിഹരിക്കപ്പെടുമോ എന്നത് മാത്രമല്ല, പ്രധാനമായും ഈ ചോദ്യം ഇവിടെ പ്രസക്തമാകുന്നത് ഇനി നാളെ ചേരുന്ന മന്ത്രിസഭാ യോഗത്തിലൊക്കെ ഒരു തീരുമാനം വരുന്നു, അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ ഒരു തീരുമാനം സർക്കാർ എടുക്കുന്നു, ഇത് ഉദ്യോഗസ്ഥ തലത്തിൽ പരിശോധിക്കാനുള്ള നിർദ്ദേശം നൽകുന്നു. ഇത് സ്വാഭാവികമായും ഉദ്യോഗസ്ഥർ തന്നെയാണ് പരിശോധിക്കേണ്ടത്. അപ്പോൾ എന്തിനാണ് ഈ മന്ത്രിമാരും മുഖ്യമന്ത്രിയും അടക്കം ഈ മണ്ഡലങ്ങളിലൂടെ സഞ്ചരിച്ചത് എന്നതാണ് പ്രധാനമായും ഉയർന്നു വരുന്ന ചോദ്യം. ഈ ജനങ്ങളുടെ പരാതി നേരിട്ട് സ്വീകരിച്ച് അവിടെ വെച്ച് തീർപ്പാക്കുന്ന തലത്തിലേക്കാണ് കാര്യങ്ങൾ മാറിയിരുന്നത് എങ്കിൽ അത് മറ്റൊരു വിഷയത്തിലേക്ക്, സർക്കാരിന്റെ ഒരു പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്ന തലത്തിലേക്കൊക്കെ മാറിയാണ്. പക്ഷേ അത്തരത്തിലൊരു നീക്കം ഉണ്ടായിട്ടില്ല. ഈ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എത്തുന്നു, ഒരു പൊതുവേദിയിൽ രാഷ്ട്രീയമായ കാര്യങ്ങൾ, ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തുന്നു, ഗവർണർക്കെതിരെ വിമർശനങ്ങൾ നടത്തുന്നു, പ്രതിപക്ഷത്തിനെതിരെ വിമർശനങ്ങൾ നടത്തുന്നു, വിമർശനം ഉന്നയിക്കുന്നവരെ വിമർശിക്കുകയും അവരെ കടുത്ത ഭാഷയിൽ പരിഹസിക്കുകയും ഒക്കെ ചെയ്ത് ആ ഒരു സദസ്സ് പൊളിറ്റിക്കൽ വേദിയായി മാത്രം സർക്കാർ മാറ്റി അവിടെ നിന്നും മാറി മറ്റൊരു മണ്ഡലത്തിലേക്ക് പോകുന്നു. അപ്പോൾ സ്വാഭാവികമായും അവിടെ സംഭവിച്ചത് ഈ ജനങ്ങളുടെ പരാതിയുമായി ബന്ധപ്പെട്ട് എന്ത് തീർപ്പാണ് അവിടെ ഉണ്ടായത് എന്നതാണ് ചോദ്യം. ഇത് ഇനി ഉദ്യോഗസ്ഥർ തന്നെയാണ് പരിശോധിക്കേണ്ടത്. താഴെ തട്ടിൽ ഓരോ പരാതിയും ഏത് വകുപ്പുമായി ബന്ധപ്പെട്ട് വന്നു, ഏത് തലത്തിലാണ് അത് പരിശോധിക്കപ്പെടേണ്ടതെന്ന് സ്വാഭാവികമായും നേരത്തെ ആരാണോ ഈ പരാതികൾ പരിശോധിക്കേണ്ടത് ആ ഉദ്യോഗസ്ഥർ തന്നെയായിരിക്കും പരിശോധിക്കുന്നത്. പ്രത്യേക പരിഗണന, ഇത്ര അധികം പരാതികളുള്ള സ്ഥിതിക്ക് പ്രത്യേക പരിഗണനയൊന്നും കൊടുക്കാനുള്ള സാധ്യത സ്വാഭാവികമായും കാണുന്നില്ല. അപ്പോൾ പിന്നെ എന്തിനാണ് ഇത്ര കൊട്ടിഘോഷിക്കപ്പെട്ട് ഈ നവകേരള സദസ്സ് നടത്തിയത് എന്നൊരു ചോദ്യമാണ്. മന്ത്രിമാർ നേരിട്ട് ഈ പരാതികളൊക്കെ പരിശോധിച്ച് തീർപ്പാക്കി വന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നുവെങ്കിൽ സ്വാഭാവികമായും അത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗുണപ്രദമാകുമായിരുന്നു. ഇത്തരത്തിലൊരു ചോദ്യം ഉയർന്നു വരേണ്ട കാര്യവും ഉണ്ടായിരുന്നില്ല. ഇവിടെയാണ് ഇത് പ്രധാനമായും ഈ ഉദ്യോഗസ്ഥർ ഇത് പരിശോധിക്കുന്നു. ഉദ്യോഗസ്ഥർ തന്നെയാണ് നേരത്തെ ഈ പരിശോധിക്കപ്പെടേണ്ട പരാതികൾ ഏത് തരത്തിലായിരിക്കും തീർപ്പ് ആക്കുക എന്ന കാര്യവും ചോദ്യമാണ്. ഇവിടെ ഈ 515 രൂപ ഇളവ് ചെയ്തു കൊടുത്തു. ഒരാൾ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് രാവിലെ തുടങ്ങുന്ന ഈ സദസ്സിൽ വന്ന് കാത്തിരുന്ന് ഈ പരാതികളും കൊടുത്തു. പരാതി കൊടുത്തതിന് ശേഷം മുഖ്യമന്ത്രിയുടെ ഈ രാഷ്ട്രീയ പ്രസംഗവും ഒക്കെ കേട്ടതിന് ശേഷം മാത്രമായിരിക്കും അവർക്ക് മടങ്ങിപ്പോകാൻ കഴിയുക. അപ്പോൾ സ്വാഭാവികമായും ഒരാളുടെ ഒരു ദിവസം ഇതിനു വേണ്ടി മാറ്റിവെക്കപ്പെടുന്നു. അതിൽ 515 രൂപ കേവലം ഒരാൾക്ക് ഒരു ലോണുമായി ബന്ധപ്പെട്ട ഒരു ഇളവ് അനുവദിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ഈ നവകേരള സദസ്സ് കൊണ്ട് എന്ത് ഗുണമാണ് ഉണ്ടായതെന്ന ചോദ്യമാണ് ഉണ്ടാകുന്നത്. ഈ ചോദ്യം വരും ദിവസങ്ങളിൽ കൂടുതലായി ഉന്നയിക്കപ്പെടും. നാളെ മുതൽ കോൺഗ്രസ് ഒക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട്. ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഉണ്ടായ കാര്യങ്ങൾ, അത് എറണാകുളത്ത് ഇനി കാനം രാജേന്ദ്രന്റെ വ്യൂഹവുമായി ബന്ധപ്പെട്ട് മാറ്റിവെച്ച നവകേരള സദസ്സിനി എറണാകുളം ജില്ലയിൽ ജനുവരി ആദ്യവാരം ഒക്കെ ചേരുന്നുണ്ട്. അവിടെയൊക്കെ വലിയ പ്രതിഷേധം വരാനുള്ള സാധ്യതയുണ്ട്. ഈ നവകേരള സദസ്സിൽ പരാതി നൽകി ഇരിട്ടി സ്വദേശിക്ക് കിട്ടിയിരിക്കുന്ന പരിഹാരം എന്നുള്ളത് 515 രൂപയുടെയാണ്. 4 ലക്ഷം രൂപയ്ക്ക് ഇളവ് ചോദിച്ചപ്പോൾ ഇതിലധികം തുക ചെലവാക്കിയായിരിക്കുമല്ലോ നവകേരള സദസ്സിൽ എത്തിപ്പെട്ടതും പരാതി കൊടുത്തത്. പരാതി എന്നുപോലും വാക്ക് ഉപയോഗിച്ചുകൂടാ എന്നൊക്കെയായിരുന്നു അവിടെ തന്നെ ഉദ്യോഗസ്ഥർ നൽകിയിട്ടുള്ള ഈ നിവേദനം, അപേക്ഷ എന്നൊക്കെ മാത്രമേ വാക്കുകൾ ഉപയോഗിക്കാവൂ എന്നുള്ളതാണ്. അതൊക്കെ മറികടന്നുകൊണ്ടാണ് നമ്മൾ ഈ പരാതി എന്നുള്ള വാക്ക് തന്നെ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. എന്തായാലും വെറും 515 രൂപയുടെ പരിഹാരം മാത്രമാണ് കിട്ടിയത് എന്ന് പറയുമ്പോൾ എങ്ങനെ നോക്കിക്കാണാം എന്നുള്ളതാണ്. ലക്ഷ്മി, നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു പരിഹാസ്യം തന്നെ ആണ് ഇതെന്ന് നമുക്ക് തന്നെ പറയാം. അതായത് ഇത്തരത്തിൽ ഒരു മാർഗവുമില്ലാതെ ഒരു വീട് പണിക്ക് വേണ്ടി എടുത്ത ഒരു ലോണാണ്. അത്തരത്തിൽ ആ ലോൺ എടുത്തതിന് ശേഷം അത് തിരിച്ചടയ്ക്കാൻ കഴിയാത്തതിനെ തുടർന്ന് തനിക്ക് ഇളവ് നൽകണം, അതായത് തിരിച്ചടക്കില്ല എന്നല്ല അദ്ദേഹം പറഞ്ഞത്, തനിക്ക് ഇതിനൊരു ഇളവ് തരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരിട്ടി സ്വദേശി ഇങ്ങനെ ഒരു പരാതി നൽകിയത്. പക്ഷേ അതിനുള്ള മറുപടിയാണ് ഈ നമ്മളെ എല്ലാവരെയും ഞെട്ടിപ്പിച്ചു കളഞ്ഞത്. അതായത് 515 രൂപ നിങ്ങൾക്ക് ഇളവ് തന്നിരിക്കുന്നു എന്നാണ് അവിടെ കിട്ടിയ മറുപടി. അതായത് അത്രയും രൂപ കുറച്ചു കൊടുത്തിരിക്കുന്നു, അതുകൊണ്ട് തന്നെ താങ്കളുടെ പരാതി പൂർണ്ണമായും പരിഹരിച്ചിരിക്കുന്നു എന്നാണ് ആ മറുപടിയിലുള്ളത്. താങ്കളുടെ മറുപടി പരിഹരിച്ചിരിക്കുന്നു, 515 രൂപ താങ്കൾക്ക് കുറച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ താങ്കൾ ഇനി അടയ്ക്കാനുള്ളത് 3,97,216 രൂപ മാത്രം താങ്കൾ അടച്ചാൽ മതി എന്നുള്ള ഒരു മറുപടിയാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇത്തരത്തിൽ വലിയ രീതിയിൽ ഒരു പരിഹസിക്കുന്ന തരത്തിലുള്ള ഒരു മറുപടിയാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്. തീർച്ചയായും വകുപ്പ് മന്ത്രി അടക്കമുള്ളവർ ഇതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി പറയേണ്ടതുണ്ട്. മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇതിന് മറുപടി പറയേണ്ടതുണ്ട്. അതായത് ഇത്രയൊക്കെ ആയിട്ടും ഇതുവരെയും ഇതിനെപ്പറ്റി ഒരക്ഷരം മിണ്ടുവാൻ മന്ത്രിമാരോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ തയ്യാറായിട്ടില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ആശ്ചര്യകരമായിട്ടുള്ള കാര്യം. അതായത് ആ പരിപാടി തുടങ്ങുമ്പോൾ, ഈ നവകേരള സദസ്സ് തുടങ്ങുമ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യമുണ്ട്, കൃത്യമായി തന്നെ പരിഹാരം ഉണ്ടാകും, നടപടികൾ ഉണ്ടാകും. അതായത് ഒരു പരാതിയും നമുക്ക് വെറുതെ ആയി പോകില്ല. എല്ലാ പരാതികളിലും അല്ലെങ്കിൽ ആ പരാതി നൽകുന്ന എല്ലാത്തിലും ആത്മാവുണ്ട്, ജീവനുണ്ട്, അങ്ങനെയൊക്കെ തരത്തിലുള്ള പരാമർശങ്ങളാണ് മുഖ്യമന്ത്രി ഈ പരിപാടി തുടങ്ങുന്നതിന് മുമ്പേയും പിന്നീട് ആ പരിപാടികൾ പല സ്ഥലത്ത് എത്തുന്ന ആ സമയത്തും അദ്ദേഹം പറഞ്ഞിരുന്നത്. നേരത്തെ നമ്മൾ ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. അതായത് ഈ പരാതികൾ എത്തുന്നത് തന്നെ
ഈ വകുപ്പുകൾ മാറിയാണ്. അതായത് മുഖ്യമന്ത്രിക്ക് എത്തേണ്ട പരാതി ആരോഗ്യവകുപ്പിനെത്തുന്നു, ആരോഗ്യവകുപ്പിന് എത്തേണ്ട പരാതി കണ്ണൂർ കോർപ്പറേഷനിലേക്ക് എത്തുന്നു, വിവിധ കോർപ്പറേഷനിലേക്ക് എത്തുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചിരുന്നു. മാത്രമല്ല കണ്ണൂരും കാസർഗോഡും അടക്കമുള്ള അന്ന് തന്നെ നമ്മൾ ചൂണ്ടിക്കാണിച്ചതാണ്. ആ പരാതികളിൽ മിക്കതും പരിഹാരമായിട്ടുണ്ടായിരുന്നു. ക്ഷമിക്കണം, അങ്ങനെയുള്ള ആ പരാതികൾക്കൊന്നും ഒരു രീതിയിലുള്ള ഒരു പരിഹാരവും കാണുവാൻ സാധിച്ചിട്ടില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ ആ പരിഹരിച്ച പരാതിക്കാകട്ടെ ഇത്തരത്തിലുള്ള ഒരു മറുപടിയാണ് ലഭിച്ചത്. അതായത് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ, അതായത് ഇത്രത്തോളം വലിയ രീതിയിലുള്ള പ്രതിസന്ധി നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ചിലപ്പോൾ തിരിച്ചടയ്ക്കുവാൻ സാഹചര്യം ഇല്ലായിരിക്കാം. അപ്പോഴാണ് അദ്ദേഹം ഇങ്ങനെ ആവശ്യപ്പെട്ടത്. തനിക്ക് തിരിച്ചടയ്ക്കാൻ കഴിയും, പക്ഷേ ഒരു സാവകാശമാണോ എന്നുള്ള ഒരു കാര്യം പറയുകയായിരുന്നു. പക്ഷേ ഇത്തരത്തിലാണ് അവർക്ക് മറുപടി ലഭിച്ചത്. 515 രൂപ മാത്രമാണ് ഇളവ് നൽകിയിരിക്കുന്നത്. 4 ലക്ഷത്തിന്റെ വായ്പയിൽ 515 രൂപ ഇളവ് ലഭിച്ച കണ്ണൂർ ഇരിട്ടി സ്വദേശിയുടെ മാനസികാവസ്ഥ ഇപ്പോൾ എന്തായിരിക്കും എന്നുള്ളതാണ്. അർജുനും ചന്തുവുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.